അപ്പോൾ ഗൈസ് എല്ലാവർക്കും അച്ചുമൂസ് ഫാമിലിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള മാന്തൽ കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ആദ്യം തന്നെയായിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു തക്കാളി പകുതി ആക്കിയതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് കീറിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവിന് പച്ചമുളക് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ പച്ചമുളക് അരിഞ്ഞിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കായ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിയായി കഴുകിയിട്ടുള്ള അരിഞ്ഞ് വെച്ചിരുന്ന കായയാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനും കളറിനും വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ. നമ്മുടെ ഒരു അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് 2 കപ്പ് അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് അളവിന് വെള്ളം ഒഴിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റൗ ഒന്ന് കത്തിച്ച് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കുതിർത്താൻ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ കറി റെഡിയായപ്പോൾ ഞങ്ങളിത് എടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലത്തെ നീര് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടി ഉണ്ടെങ്കിൽ ഈ മീൻ കറി കഴിക്കാൻ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലത്തെ ഒരു പാല് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള തിക്നെസ്സുള്ള ഭാഗമൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം മാന്തൾ ഇതാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മാന്തൾ അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ആവശ്യത്തിന്. പിന്നെ ഈ കറി ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പാനിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് അപ്പോൾ ആ ഉലുവ എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് ആ ഉലുവ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ആ കറിവേപ്പില ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചട്ടി തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നമ്മൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച കറിയിലോട്ട് ഈ താളിച്ച ആ ഒരു ഭാഗം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കാൻ മറക്കണ്ട. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.